കേന്ദ്ര ബജറ്റ് 2025 സാധാരണക്കാരിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് സൂചിപ്പിക്കുന്നു. ഓരോ സെക്ടർ എടുത്ത് നോക്കിയാലും നമുക്കറിയാം സാധാരണക്കാർക്കാണ് അത് കൂടുതൽ ഫലപ്രദമായി അല്ലെങ്കിൽ ഗുണം നൽകിയിരിക്കുന്നത്. അത്തരത്തിലൊരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. പതിറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ടിരുന്ന വഴിയോര കച്ചവടക്കാർക്ക് താങ്ങായി മാറിയ PM സ്വനിധിയിൽ വിപ്ലവകരമായ മാറ്റമാണ് ഇക്കുറി ബജറ്റിൽ പ്രഖ്യാപിച്ചത്. UPI ലിങ്ക്ഡ് ക്രെഡിറ്റ് കാർഡിലൂടെ 30,000 രൂപ വരെ ഇവർക്ക് വായ്പ ലഭിക്കും. 68 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളുള്ള PM സ്വനിധി വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് വരുത്തിയത്. അശ്വതി സതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വഴിയോരത്തെ സാധാരണ കച്ചവടക്കാർക്കായുള്ള മോദി സർക്കാരിന്റെ വിപ്ലവകരമായ പദ്ധതിയായിരുന്നു PM സ്വനിധി. കോവിഡ് കാലത്ത് മാസങ്ങളോളം കച്ചവടം മുടങ്ങി പകച്ചു നിന്നവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ പദ്ധതി. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 8ാം ബജറ്റിലും ഈ വിഭാഗത്തെ കരുതലോടെ ചേർത്തു നിർത്തുകയാണ്. UPI ലിങ്ക്ഡ് ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് ഈ ബജറ്റിൽ ഇവർക്കായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കോവിഡ് കാലത്ത് മുടങ്ങിപ്പോയ കച്ചവടം വീണ്ടും തുടങ്ങാൻ ഒരു കൈത്താങ്. അതായിരുന്നു PM സ്വനിധി പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഒരു ഈടുമില്ലാതെ 10,000 രൂപയുടെ വായ്പ. കോവിഡ് കാലത്തെ സാമ്പത്തിക ഞെരുക്കത്തിൽ അടിപതറിയ വഴിയോര കച്ചവടക്കാർക്ക് ജീവിതത്തിലേക്കുള്ള പുതിയ വെളിച്ചമായിരുന്നു അത്. ആയിരക്കണക്കിന് കച്ചവടക്കാരും അവരുടെ കുടുംബവും ഈ പദ്ധതി പ്രയോജനപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കയറി. കൃത്യമായി തിരിച്ചടച്ചാൽ ഇരട്ടി തുക 2ാം ഘട്ടത്തിൽ ലഭിക്കും. അതും കൃത്യമായി തിരിച്ചടച്ചാൽ 50,000 രൂപ വരെ ലഭിക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ഏതൊരു വഴിയോര കച്ചവടക്കാർക്കും ഈ ആനുകൂല്യം ലഭിക്കും. പലിശയുടെ അമിതഭാരമോ സമ്മർദ്ദമോ ഇല്ലാതെ ബാങ്കുകളിൽ കയറി ഇറങ്ങാതെ ലളിതമായ നടപടികളിലൂടെ തുക കയ്യിലെത്തുമെന്നതാണ് കച്ചവടക്കാർക്ക് ഏറ്റവും ഗുണകരമായി മാറിയത്. ഇത്തവണയും ബജറ്റിൽ ഇവരെ ചേർത്ത് നിർത്തുകയാണ് സർക്കാർ. ബാങ്ക് വായ്പാ പരിധി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം UPI ലിങ്ക്ഡ് ക്രെഡിറ്റ് കാർഡാണ് ഈ ബജറ്റിൽ ഇവർക്കായി പ്രഖ്യാപിച്ചത്. 30,000 രൂപയാണ് ക്രെഡിറ്റ് കാർഡിന്റെ വായ്പാ പരിധി. ബജറ്റ് പോലുള്ള സർക്കാരിന്റെ മുഖ്യധാര സാമ്പത്തിക രേഖകളിലൊന്നും ഇടം പിടിക്കാത്ത വിഭാഗമായിരുന്നു വഴിയോര കച്ചവടക്കാർ. ദശാബ്ദങ്ങളായി പാർശ്വവൽക്കരിക്കപ്പെട്ടു കിടന്ന ഈ വിഭാഗത്തെ സാമ്പത്തിക രംഗത്തെ ഡിജിറ്റൽ ടൂളുകളിലൂടെ വികസിത ഭാരതത്തിന്റെ മുൻനിരയിൽ എത്തിക്കുകയാണ് മോദി സർക്കാർ. കോടികളുടെ ടേൺ ഓവറുകളുള്ള കമ്പനികൾ മാത്രമല്ല, ഈ സാധാരണക്കാരുടെ ജീവിത നിലവാരത്തിലെ മാറ്റം കൂടിയാണ് വികസിത ഭാരതം ലക്ഷ്യമിടുന്നതെന്ന് അടിവരയിടുകയാണ് ഇതിലൂടെ നരേന്ദ്രമോദി സർക്കാർ. സ്റ്റാർട്ടപ്പുകൾക്കും സാങ്കേതിക വിദ്യയുടെ പുതുഭാവമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനുമൊക്കെ നൽകുന്ന അതേ പ്രാധാന്യത്തോടെ ബജറ്റിൽ വഴിയോര കച്ചവടക്കാർക്കും അവരുടെ ക്ഷേമത്തിനും പ്രാധാന്യം നൽകാൻ ഒരു ജനക്ഷേമ സർക്കാരിന് മാത്രമേ കഴിയൂ. എന്തായാലും ജനങ്ങളാണ് വലുത്. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഭരണകർത്താക്കൾ പ്രവർത്തിക്കേണ്ടതെന്ന് ഒന്നുകൂടി തെളിയിച്ച് കാണിച്ചിരിക്കുക തന്നെയാണ് മോദി സർക്കാർ ഈ ബജറ്റിലൂടെ. ചെറുതെന്നില്ല വലുതെന്നില്ല, എല്ലാവർക്കും പ്രയോജനകരമായ രീതിയിലുള്ളൊരു ബജറ്റ് പ്രഖ്യാപനം തന്നെയായിരുന്നു ഇന്നലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയത്.